പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ ഏറ്റെടുത്ത് മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത സമാധാന പ്രഭുവിൽ ഉത്തരം ഉണ്ടെന്നുള്ള സത്യം ഇതാ മറനീങ്ങുന്നു. Presenting the Prince of Peace with an uncompromising quality. We welcome you all for this program. കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ പുനരുത്ഥാനം പ്രാപിച്ച പുനരുത്ഥാന ശരീരമുള്ളവർക്ക് വീണ്ടും വംശവർദ്ധനവില്ല, അവർക്ക് മക്കൾ ഉണ്ടാകുന്നില്ല. എന്നാൽ ഈ 1000 വർഷം ഭരണത്തിലേക്ക് പ്രവേശിച്ച നീതിമാന്മാർ എന്ന് പറഞ്ഞാൽ പുനരുത്ഥാന ശരീരം ലഭിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരല്ലേ? പുനരുത്ഥാന ശരീരമല്ലല്ലോ, നമ്മുടെ ഈ ശരിക്കും ഉള്ളായിരിക്കുന്ന നാച്ചുറൽ ബോഡിയോടുകൂടിയാണ് അവർ പ്രവേശിക്കുന്നത്. മാറ്റിക്കളയും. അവരെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 46-ാം വാക്യത്തിൽ അവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. നോക്കുക, ഇവർക്കാണ് ഈ രാജ്യം കൈവശപ്പെടുത്തി. അവര് നമ്മള് ഉള്ള ശരീരത്തോടുകൂടെ എന്ന് പറഞ്ഞാൽ തേസ്കരിക്കപ്പെട്ട ശരീരമല്ല, അവർക്ക് രൂപാന്തരം സംഭവിച്ചിട്ടില്ല. അവർ ഈ ശരീരത്തോടുകൂടെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 1000 ആണ്ട് വാഴ്ചയിൽ അവരാണ് പെറ്റുപെരുകുന്നത്. നമ്മൾ പ്രസവിക്കുന്നില്ല. നമ്മള് രൂപാന്തരപ്പെട്ട ദൂതന്മാരെ പോലെ ആ ശരീരമുള്ളവര് എന്ന് പറഞ്ഞാൽ ഈ കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ പുനരുത്ഥാനം പ്രാപിച്ച പുനരുത്ഥാന ശരീരമുള്ളവർക്ക് വീണ്ടും വംശവർദ്ധനവില്ല, അവർക്ക് മക്കൾ ഉണ്ടാകുന്നില്ല. എന്നാൽ ഈ 1000 വർഷം ഭരണത്തിലേക്ക് പ്രവേശിച്ച നീതിമാന്മാർ എന്ന് പറഞ്ഞാൽ പുനരുത്ഥാന ശരീരം ലഭിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരല്ലേ? പുനരുത്ഥാന ശരീരമല്ലല്ലോ, നമ്മുടെ ഈ ശരിക്കും ഉള്ളായിരിക്കുന്ന നാച്ചുറൽ ബോഡിയോടുകൂടിയാണ് അവർ പ്രവേശിക്കുന്നത്. ശരി. അവർക്ക് ദുഷ്ടൻ ആ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചുള്ള പഠനത്തെ നമുക്കറിയാം. സാത്താൻ ബന്ധിക്കപ്പെട്ടിരിക്കും, അനേക കാര്യങ്ങളുണ്ട്. അന്ന് അവർ പെറ്റുപെരുകുന്നു. അന്ന് അവർ മൂലമാണ് വീണ്ടും ഈ ഭൂമി നിറയുവാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഈ മരണം ആ സമയത്ത് ഉണ്ടായിരിക്കുമോ? മരണം ആ സമയത്തുണ്ട്, പക്ഷെങ്കിൽ മരിക്കുന്ന ദുഷ്ടന്മാർ മാത്രമാണ്. അപ്പോൾ നീതിമാന്മാർ അവിടെ മരിക്കുന്നില്ല. കാരണം വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തെ ആസ്പദമാക്കി 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ വിശുദ്ധന്മാരും നീതിമാന്മാരുമാണ്. അത് 1000 ആണ്ട് വാഴ്ച മുമ്പ് നടന്നിരിക്കും. അപ്പൊ 1000 ആണ്ട് വാഴ്ചയിൽ മരിക്കുന്നത് 100 വയസ്സുള്ളവനായി മരിച്ചാലും പാപി എന്നേ വരികയുള്ളൂ എന്ന് വായിക്കുന്നുണ്ട്. അവിടെ നീതിമാന്മാർക്ക് മരണമില്ല, ദുഷ്ടന്മാർക്ക് മരണം സംഭവിക്കുന്നത്. അപ്പൊ ചോദിച്ചേക്കാം, ദുഷ്ടന്മാർ അവിടെ എങ്ങനെ ഉള്ളതെന്ന്. അതെ, ആ ദുഷ്ടന്മാർ അവിടെ വരാനുള്ള സാധ്യത 1000 വർഷത്തിനുള്ളിൽ അവിടെ പ്രവേശിച്ചത് നീതിമാന്മാരാണ്. അതെ, പക്ഷെ അവര് വർഷങ്ങൾ കഴിയും തോറും അവർക്ക് തലമുറകളുണ്ടായി. ആ തലമുറകളിൽ പലരും കർത്താവിനെ അനുസരിക്കാതെ വരും. അതുകൊണ്ടാണ് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും എന്ന് പറയുന്നത്. He shall rule them with iron rod. അതായത് ഈ 1000 വർഷത്തിലെ കർത്താവിന്റെ ഭരണകാലത്താണ് ഈ ഇരുമ്പ് റോഡ് കൊണ്ട് ഭരിക്കുന്നത്. അത് കർത്താവിന്റെ ബലം അവിടെ ഉപയോഗിക്കുന്നു. കർത്താവ് അവരെ അനുസരിപ്പിക്കുന്നു. ആ ശക്തി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ 1000 ആണ്ട് വാഴ്ചയിൽ ഇരുമ്പുകൾ കൊണ്ട് വാഴും എന്ന് പറയുന്നത്. ഒരു രാജാവ് നീതിയോടുകൂടെ വാഴും എന്നുള്ള ബൈബിൾ പ്രവചനം അന്ന് നിവൃത്തിയാകും അല്ലേ? അതെ, അത് യെശയ്യാപ്രവചനം 32. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് ഒരിടത്ത് എടുക്കേണ്ടി വന്നു. ഒരു YMCA പ്രസംഗത്തിന് എടുക്കേണ്ടി വന്നു. ഇന്ന് നീതി ന്യായമൊക്കെ പ്രതീക്ഷിച്ച ആളുകൾ ഇരിക്കുകയാണ്. ഈ ലോകത്തിൽ നീതി സ്ഥാപിക്കപ്പെടും, ഈ ലോകത്തിൽ ന്യായം ലഭിക്കും എന്ന പ്രതീക്ഷയോടെ ജനങ്ങൾ കാത്തിരിക്കുക. ഒരു ഗവൺമെന്റിൽ നിന്നും ഒരു ഭരണകൂടത്തിൽ നിന്നും കിട്ടുന്നുമില്ലെന്നുള്ള. എന്നാൽ ബൈബിൾ ഒരു സത്യം പറയുന്നു. 32 1-ാം വാക്യം, 32 ഏശയ്യാ 32:1. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ആരാ ഈ ഒരു രാജാവ് എന്ന് പറയുന്നത്? യേശുക്രിസ്തുവാണ്. അവൻ രാജാവായി മടങ്ങി വരുമ്പോൾ അവൻ നീതിയോടെ വാഴും. അവന്റെ കീഴിലുള്ള പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. അപ്പോൾ വാസ്തവത്തിൽ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വരവ് അവിടുന്ന് രാജാവായിട്ട്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നുള്ള ചോദ്യവുമായിട്ടാണ് കിഴക്കെന്നുള്ളായിരിക്കുന്ന രാജാക്കന്മാർ യേശുക്രിസ്തുവിന്റെ ജനനത്തെങ്കിൽ വന്ന് കർത്താവിനെ അന്വേഷിക്കാൻ വന്നത്. എന്നാൽ ആ കർത്താവിനെ യഹൂദന്മാർ തള്ളിക്കളഞ്ഞു. യഹൂദന്മാർക്ക് അവർ പറഞ്ഞു, വേണ്ട, ഇവനെ ക്രൂശിക്കുക. എന്നാൽ അവിടുന്ന് പാപപരിഹാരമായി നിങ്ങൾക്കും എനിക്കും വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എന്നാൽ ഏതൊരു രാജാവിനെ തള്ളിക്കളഞ്ഞു ആ രാജാവ് വീണ്ടും വരുന്നു. ഒരു വലിയ രാജാവ്, ഒരു മഹത്വത്തിൻ്റെ രാജാവ് നീതിയിൽ വാഴുവാൻ പോകുന്നു എന്നുള്ള സന്ദേശം ബൈബിൾ മാത്രം നൽകുന്നൊരു സന്ദേശമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യുമല്ലേ? തീർച്ചയായിട്ടും. ഭൂമി അന്ന് മാത്രമേ സമാധാനവും സന്തോഷവും സമൃദ്ധിയും കാണുകയുള്ളൂ, അനുഭവിക്കുകയുള്ളൂ. സാർ, ഈ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ളായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം എന്നെ കാണിക്കുകയുണ്ടായി, ഇപ്പം വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി. ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നല്ലോ യോഹന്നാൻ. യോഹന്നാനെ
റോമൻ ചക്രവർത്തി കൊണ്ടുപോയി, ഡൊമിനീഷ്യൻ ചക്രവർത്തിയാണെന്ന് തോന്നുന്നല്ലേ, അദ്ദേഹം ശിക്ഷയായിട്ട് അദ്ദേഹത്തെ കൊണ്ട് പത്മോസ് ദ്വീപിൽ ഇട്ടപ്പോൾ ഈ യോഹന്നാന് എന്തോ ഒരു സ്വപ്നം ഉണ്ടായി, അതൊക്കെ കുത്തിക്കുറിച്ച് വെച്ചതാ, രേഖപ്പെടുത്തിയതാ. ഈ വെളിപ്പാട് ദിവസം ബൈബിളിലെ അവസാന പുസ്തകം എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. വാസ്തവത്തിൽ ഇതിന്റെ ആധികാരികതയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒന്നിട്ട് സൂചനകൾ തരാമോ? അതങ്ങനെ പറയുമെന്ന് യോഹന്നാൻ അറിയാമായിരുന്നു, പരിശുദ്ധാത്മാവിനും അറിയാമായിരുന്നു. പുസ്തകത്തിൽ തന്നെ അത് വല്ലതും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അതുകൊണ്ട് ആ പുസ്തകം നമ്മൾ വായിച്ചാൽ, ശ്രദ്ധിച്ചാൽ, യോഹന്നാൻ ആവർത്തിച്ചൊരു കാര്യം പറയുന്നുണ്ട്. അതെന്താണ്? ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത യോഹന്നാൻ എന്ന ഞാൻ തന്നെ. എവിടെയാ അത് പറയുന്നത്? അത് 22 അധ്യായത്തിന്റെ 8-ാം വാക്യം നോക്കിയേ. ഇത് ഞാൻ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചെന്ന ദൂതന്റെ കാൽക്കൽ വീണു. ഇത് അവൻ തന്നെ ഇത് കണ്ടെന്നും ഇവനിത് കേട്ടെന്നും അവൻ സാക്ഷിക്കുകയാണ്. അത് കർത്താവിന്റെ ഇത് യോഹന്നാൻ കണ്ടതാണ്. നീ കണ്ടത് രേഖപ്പെടുത്താനായിട്ടാണ് 1-ാം അധ്യായത്തിൽ പറയുന്നത്. അത് ദൈവം കാണിച്ചു കൊടുത്തു തന്റെ ശിഷ്യൻ, അല്ലേ? ശിഷ്യന് കാണിച്ചു കൊടുത്തു. ഭാവികാല ലോക ചരിത്രം ദൈവം മനുഷ്യനെ എക്സിബിറ്റ് ചെയ്ത് കൊടുത്ത്, പ്രദർശിപ്പിച്ചു കൊടുത്തല്ലേ? ദൈവത്തിന് മാത്രമേ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. 2000 വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് നടക്കുന്ന ഈ യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ യോഹന്നാൻ കാണിച്ചു കൊടുത്തു. യോഹന്നാനോട് പറഞ്ഞു, നീ കണ്ടത് എഴുതാൻ പറഞ്ഞു. 2000 വർഷം മുമ്പ് ജീവിച്ചൊരു മനുഷ്യൻ ആധുനിക ലോകത്തിന്റെ ഒന്നും കണ്ടിട്ടില്ല, ഒരു സൈക്കിൾ പോലും കണ്ടിട്ടില്ല. ആ വ്യക്തി രേഖപ്പെടുത്തിയത് താൻ അന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തോടുള്ള ബന്ധത്തിലെ തനിക്കത് രേഖപ്പെടുത്താൻ ഒക്കത്തുള്ളൂ. ഉദാഹരണമായിട്ട് യുദ്ധങ്ങളെ കുറിച്ചൊക്കെ താൻ രേഖപ്പെടുത്തുമ്പോൾ നമ്മളത് രസകരമായിട്ട് തോന്നും. യുദ്ധങ്ങളെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ ഈ കിഴക്കെന്ന് പറയുന്ന രാജാക്കന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവര് വന്നിട്ട് ഈ ഭൂമിയൊക്കെ നശിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ, ഭാവികാല യുദ്ധം അല്ലേ, ഭാവിയിൽ നടക്കുന്ന യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു ഭാഗം ഞാൻ കാണിക്കും, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബ്രദർ ചോദിച്ചതുകൊണ്ട്. 9-ാം അധ്യായത്തിൽ വരുമ്പോൾ യോഹന്നാന് കിഴക്കെന്ന് പറയുന്ന രാജാക്കന്മാർ, അതായത് ഏഷ്യൻ രാജ്യങ്ങൾ അവസാനം യേശുക്രിസ്തുവിന്റെ മഹത്വപ്രത്യക്ഷതയ്ക്ക് അല്പം മുമ്പ് മെഗിദോ താഴ്വരയിൽ യുദ്ധത്തിനായി കടന്നു വരും. അപ്പോൾ താൻ കണ്ടു ഈ സൈന്യങ്ങൾ മാർച്ച് ചെയ്ത് വരുന്നത്. അപ്പൊ ഈ യോഹന്നാനോട് പറഞ്ഞു, നീ കണ്ടത് എഴുതാനാ പറഞ്ഞത്. മറ്റ് പ്രവാചകന്മാരോട് അരുളി ചെയ്തു, എന്നാൽ ഇവിടെ കണ്ടത് രേഖപ്പെടുത്താൻ പറഞ്ഞപ്പോൾ താൻ കണ്ടത് രേഖപ്പെടുത്താം. ഈ കിഴക്കിൽ നിന്നുള്ള ഈ സൈന്യം മാർച്ച് ചെയ്ത് വരുന്നു, താനത് രേഖപ്പെടുത്തിയെന്ന് നോക്കിയാട്ടെ. അതിന്റെ 17-ാം വാക്യം, അതിന്റെ 16 തൊട്ടുള്ള വാക്യം. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണ്ണവുമായ കവചമുണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 3 മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതുമായിരുന്നു. ഇവയാൽ അത്ര കേടുവരുത്തുന്നത്. കണ്ടോ, ഇതെന്താ എന്നറിയാം. ഇത് വായിച്ചാൽ നമ്മൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ ആധുനിക യുദ്ധ സാമഗ്രികൾ കാണിച്ചിട്ട് രേഖപ്പെടുത്താൻ പറഞ്ഞപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് ഇന്നത്തെ ടാങ്കുകളും മിസൈലുകളും. കുതിരയുടെ തല താൻ കണ്ടിട്ടുള്ള യുദ്ധ സാധനങ്ങളിൽ ഏറ്റവും ഉന്നതമായത് കുതിരകളാണ്. അപ്പോൾ താൻ പറയാ കുതിരയുടെ തല സിംഹത്തിന്റെ തല പോലെ ആയിരുന്നു. അങ്ങനെയല്ലേ? തല സിംഹത്തിന്റെ തലയാന്നല്ല പറഞ്ഞേ, ഇറ്റ് വാസ് ലൈക്ക് ദ ഹെഡ് ഓഫ് എ ലയൺ. ഏതാണ്ട് സിംഹത്തിന്റെ തല പോലെയാ. പിന്നെ എഴുതുന്നു, അതിന്റെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പോകുന്നു. അതെ അതെ അതെ, വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പുറപ്പെടുന്നു. ഇതുകൊണ്ട് മനുഷ്യൻ ചത്തുപോകുന്നു. ഇന്നത്തെ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മള് ടിവിയിലൊക്കെ കാണുന്നില്ലേ യുദ്ധങ്ങള്, ഈ ടാങ്കും ഒക്കെ മൂവ് ചെയ്യുമ്പോൾ അതിനകത്ത് നീ പുകാത്തി. ഇത് ആക്ച്വലി ഇന്നത്തെ മിസൈൽ ന്യൂക്ലിയർ വാറായി കാണുന്നത്. അതിന്റെ ഒരു ചിത്രീകരണമാണ്. എന്നാൽ ഓർക്കണം, 2000 വർഷം മുമ്പ് ജീവിച്ചൊരു മനുഷ്യന്റെ ചിത്രീകരണമായത്. അത് വാസ്തവത്തിൽ ദൈവം വെളിപ്പെടുത്തിയില്ലെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിന് രേഖപ്പെടുത്താൻ കഴിയും? സാധ്യമല്ല. ഈ പുസ്തകത്തിൽ മുഴുവനുള്ള കാര്യങ്ങൾ ഇതുപോലെ. അപ്പൊ ഇത് സ്വപ്നമല്ല, ഇത് മനുഷ്യന്റെ സങ്കല്പമല്ല, ഇത് ഊഹങ്ങളല്ല, ഇത് ദൈവത്തിന്റെ വെളിപ്പാടാണല്ലേ? ഇത് ദൈവം വെളിപ്പെടുത്തി മാത്രമല്ല, അതുകൊണ്ടാണ് ഇതിന്റെ ആരംഭത്തിൽ വായിച്ചിട്ടുണ്ട്, ഈ പ്രവചന വാക്കുകൾ വായിക്കുകയും വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ, ഇതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. വാസ്തവത്തില് ഈ വേദപുസ്തകം എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കാൻ, ഏറ്റവും കൂടുതൽ ജനതകളുടെ കരങ്ങളിലേക്ക് എണ്ണമില്ലാത്ത തരത്തിലുള്ള സംഖ്യ ഇത് പ്രിന്റ് ചെയ്ത് എത്തിക്കാനായിട്ടുള്ള ഒരു കാരണം ഇത് ദൈവത്തിന്റെ വെളിപ്പാടും ദൈവത്തിന്റെ സ്നേഹ സന്ദേശവും രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക സന്ദേശവുമാണല്ലേ? അല്ലെങ്കിൽ ഒരു ആയുസ്സിൽ ഇത് വീണ്ടും വീണ്ടും വായിച്ചും പഠിച്ചും, ഒരിക്കൽ വായിച്ചത് വീണ്ടും വീണ്ടും 10, 15, 20, 50, 100 പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല.
അങ്ങനെ വായിക്കുന്നവരുണ്ടല്ലേ വേദപുസ്തകം? ഒരു മനുഷ്യനും അല്ലാതെ വായിക്കാനൊക്കെയില്ല. ഒരു പുസ്തകവും നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് ഇരിക്കുന്ന ഈ പുസ്തകങ്ങൾ ഒരു കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ താല്പര്യം കുറയുക. എന്നാൽ വേദപുസ്തകത്തോട് ബന്ധപ്പെട്ട് അത് വായിക്കുന്നവരും പഠിക്കുന്നവരും കൂടുതൽ താല്പര്യം കൂടുക അല്ലേ? അത് താല്പര്യം തോന്നുക മാത്രമല്ല, അത് വായിച്ചു തുടങ്ങി പഠിച്ചവരെ താത്തു വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പുസ്തകം കൂടെയാണ്. ദൈവിക വചനമല്ലേ ഇത്? ദൈവത്തിൽ സ്വർഗത്തിസ്ഥിരമായ വചനമല്ലേ? ഇതിന് വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരില്ലല്ലോ. യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ നടത്തിയൊരു പ്രസ്താവന, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൂടെ കൊണ്ട് ജീവിക്കുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ ഈ രേഖപ്പെടുത്തപ്പെട്ട ദൈവവചനത്തെ കുറിച്ചാണ്. അതെ അതെ അതെ. മനുഷ്യന് തൃപ്തി അടയുന്നത് ഭക്ഷണം കൊണ്ട് മാത്രമല്ല, അവൻ ദൈവത്തെ കണ്ടുമുട്ടുന്നത് വരെ അവന് തൃപ്തി ഉണ്ടാകത്തില്ല. അപ്പം സാറ് മുമ്പ് ഓർമ്മിപ്പിച്ചതായിരിക്കുന്ന ഈ 1000 വർഷത്തെ കർത്താവിന്റെ ഭരണത്തിൽ ഈ ദുഷ്ടന്മാരായിരിക്കുന്നവരും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കും. അതേസമയം നീതിമാന്മാരായിരിക്കുന്ന ഒരു കൂട്ടവും ഈ ദൈവത്തിൻ്റെ ഇരുമ്പ് വടി കൊണ്ട് ഭരിക്കപ്പെടുന്നതായ ഒരു കൂട്ടം അവരുടെ വരുന്ന തലമുറയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഒന്നുകൂടെ ഞാൻ വ്യക്തമാകട്ടെ, 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്നത് നീതിമാന്മാരെ കൊണ്ട് മാത്രമാണ്. വലത്തുള്ളവർ നീതിമാന്മാരാ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 25:31 തൊട്ട് വായിച്ചു. വലത്തുള്ളവർ നീതിമാന്മാരാ, അവർ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. എന്നാൽ 1000 വർഷത്തെ ഭരണത്തിലുള്ള ഈ നീതിമാന്മാരായവർക്ക് വീണ്ടും മക്കൾ ജനിക്കുമ്പോൾ അവരുടെ തലമുറകളിൽ പലരും ദൈവ കർത്താവിൽ വിശ്വസിക്കാത്തവരായിട്ട് വരും, അനുസരിക്കാത്ത അവരെയാണ് ഇരുമ്പുകൾ കൊണ്ട് മേയ്ക്കുന്നത്. അവർക്കാണ് മരണം സംഭവിക്കുന്നത്. എല്ലാവരും മരിക്കുമെന്നുള്ളതല്ല, അവിടെ മരണമുണ്ട്. അത് ദുഷ്ടന്മാർക്കാണ് മരണം, നീതിമാന്മാർക്ക് മരണം സംഭവിക്കുന്നത്. അപ്പൊ ജനനമുള്ളത് ആ സമയത്ത് ജനസംഖ്യയുടെ വിസ്ഫോടനം എന്നുള്ള പ്രശ്നം അന്ന് ഉണ്ടാകാൻ സാധ്യതയില്ലേ? ജനസംഖ്യ വർദ്ധിക്കും, പക്ഷേ ഭൂമിയിൽ അന്ന് പ്രവേശിക്കുന്നത് വളരെ ചുരുക്കം പേരാണ്. ഈ ഭൂമിയിൽ ഇന്നുള്ളതിനെക്കാട്ടിൽ സമൃദ്ധിയും സമ്പത്തും അതുപോലെ തന്നെ ഭൂമി അതിന്റെ വിളവ് കൊടുക്കുകയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് ഉള്ള ചില സംശയങ്ങൾ എനിക്കുണ്ട്. എന്നാൽ ഇവിടെ പിന്നീട് ചോദിക്കാം. ഒരു ചോദ്യം കൂടെ സാമാന്യമായിട്ട് പറയേണ്ടതാ. നമ്മൾ ഇതുവരെ ചിന്തിച്ചത് മത്തായി 25:31 സകല ജാതികളെയും അവന്റെ മുന്നിൽ കൂട്ടുവന്നു. അതെ അതെ അതെ. അപ്പൊ നമ്മൾ ഓർത്ത് 2 കൂട്ടറുണ്ട്, യഹൂദനും ജാതികളും. അപ്പം ഒരു സാധാരണമായ ഒരു ചോദ്യമാണ്, ജാതികളെ ഇങ്ങനെ നേഷൻസിനെ ന്യായം വിധിച്ച് നീതിമാന്മാരെ മാത്രം പ്രവേശിപ്പിക്കുമെങ്കിൽ യഹൂദന്മാരിൽ എല്ലാവരും ഈ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുമോ? അതെ, അതൊരു ന്യായമായ ഒരു സംശയമാണ്. എല്ലാ യഹൂദൻ ഒരു രാഷ്ട്രമായിട്ട് ഈ 1000 ആണ്ട് വാഴ്ച കാണുമോ? ഇന്ന് യഹൂദന്മാർ ലോകത്തിൽ ഏതാണ്ട് 13.5 മില്യൺ യഹൂദന്മാരേ ഉള്ളൂ. ഇപ്പോഴത്തെ കണക്കാ എല്ലാം ഇന്നത്തെ കണക്കനുസരിച്ച് 13-13.5 മില്യനേ ഉള്ളൂ. അതിലേതാണ്ട് 5.5 മില്യനോ മറ്റോ മടങ്ങി വന്നു കഴിഞ്ഞു. ഏതാണ്ട് 6 മില്യൺ അമേരിക്കയിലുണ്ട്. ഇപ്പോഴും അവിടെ അമേരിക്കയിലുണ്ട് 6 മില്യൺ എന്ന് പറയുമ്പോൾ 60 ലക്ഷം. ബാക്കി മറ്റ് രാജ്യങ്ങളിൽ അവിടെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവരെല്ലാം മടങ്ങി വരും. എന്നാൽ കർത്താവിന്റെ ഈ 1000 ആണ്ട് വാഴ്ച തുടങ്ങുമ്പോൾ ഈ യഹൂദന്മാരിൽ എല്ലാവരും 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കത്തില്ല. അങ്ങനെയാണ്. ഈ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ യേശുക്രിസ്തു മടങ്ങി വരുന്നു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുണ്ട്. അങ്ങനെ 2 തട്ടിൽ ഈ യഹൂദന്മാർ തന്നെയുണ്ട്. അവരെ ന്യായം വിധിക്കുന്നത് നമ്മൾ എസെക്കിയേൽ 20 വായിക്കുന്നുണ്ട്. ആ ഭാഗം ഒന്ന് വായിച്ചാൽ നമുക്ക് അതങ്ങ് ക്ലിയർ ആവും. വായിച്ചാൽ നമുക്ക് അങ്ങ് പോകാം. ഈ ചിതറിക്കപ്പെട്ട യഹൂദനെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരും. അതെ, കർത്താവ് ഇന്ന് സംഭവിച്ചിരിക്കുന്ന യഹൂദരാഷ്ട്രത്തിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു വചന നിവൃത്തിയാണ്. എന്നാൽ മത്തായി 24 പറയുന്നുണ്ട് അവസാന ഭാഗത്തില് അവൻ തന്റെ ദൂതന്മാരെ കാഹളധ്വനിയോടുകൂടെ അയച്ച് അവന്റെ വൃതന്മാരെ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും കൂട്ടിവരുത്തും. അങ്ങനെ യഹൂദനെ 4 കോണിൽ നിന്നും കൂട്ടിവരുത്തുമ്പോൾ നോക്കി അതിന്റെ 33-ാം വാക്യം തുടങ്ങി നമുക്ക് 2-3 വാക്യം ഒന്ന് വായിച്ചു നോക്കാം. എസെക്കിയേൽ പ്രവചനം 20:33 തൊട്ട്. എന്നാണ് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ഭരിക്കും എന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യഹൂദനോട് പറയാം അടുത്ത ഭാഗം. ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് പുറപ്പെടുവിക്കുകയും നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യത്തിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യും. ആ പീഡന കാലഘട്ടമാണ്. അവസാനം അതിന്റെ അന്ത്യത്തിൽ കർത്താവ് അവരെ മടക്കി കൊണ്ടുവരും. ഇനിയും വായിച്ചാട്ടെ. ഞാൻ നിങ്ങളെ ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുചെന്ന് അവിടെ വെച്ച് മുഖാമുഖമായി നിങ്ങളോട് വ്യവഹരിക്കും. മിസ്രയീം ദേശത്തിന്റെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ വ്യവഹരിച്ചതുപോലെ നിങ്ങളോടും വ്യവഹരിക്കും എന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അടുത്ത ഭാഗം. ഞാൻ നിങ്ങളെ കോലിൻ കീഴെ കടത്തി നിയമത്തിന്റെ ബന്ധനത്തിൽ ഉൾപ്പെടുത്തും. അടുത്ത ഭാഗം. എന്നോട് മത്സരിച്ച് അതക്കമിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. അവർ ചെന്ന് പാർക്കുന്ന രാജ്യത്ത് നിന്ന് ഞാൻ അവരെ പുറപ്പെടുവിക്കും. എങ്കിലും ഇസ്രായേൽ ദേശത്ത് അവർ കടക്കയില്ല. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. കണ്ടോ,
എത്ര വ്യക്തമാണ്. ഇത് യഹൂദന്മാരെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ഭാഗം, യഹൂദനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ഭാഗമാണ്. അവര് ചിതറിപ്പോയ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവ് അവരെ മടക്കി വരുത്തുമെങ്കിലും നമ്മൾ വായിക്കുന്നുണ്ട്, എന്നോട് മത്സരിച്ച് അതിക്രമിച്ചവരെ ഞാൻ നിങ്ങളുടെ നിന്ന് നീക്കിക്കളയും. അവർ ചെന്ന് പാർക്കുന്ന രാജ്യത്ത് നിന്ന് അവരെ പുറപ്പെടുവിക്കുമെങ്കിലും ഇസ്രായേൽ ദേശത്ത് അവർ കടക്കുകയില്ല. അപ്പൊ അത് വ്യക്തമാണ്, യഹൂദന്മാരിൽ കർത്താവിനോട് അതിക്രമം ചെയ്തവരെ നീക്കിക്കളയും. എന്നിട്ടാണ് ബാക്കിയുള്ളവരെ കോലിൻ കീഴെ കടത്തി നിയമത്തിന്റെ ബന്ധനത്തിൽ അകപ്പെടുത്തും. ഒരു പുതിയ കവനന്റ്. ആ കവനന്റ് ജെരമ്യാ 31 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഒരു പുതിയ ഉടമ്പടിയിലേക്ക് അവരെ പ്രവേശിപ്പിക്കും. 31 അധ്യായത്തിന്റെ 31 വാക്യമാണ്. ആ ഉടമ്പടി എന്ന് പറയുന്നത് യഹൂദനോട് പ്രത്യേകം ചെയ്യുന്ന ഒരു കവനന്റ്. വേണമെങ്കിൽ നോക്കൂ, ജെരമ്യാ 31. അവരുടെ ഹൃദയത്തിൽ ദൈവം ന്യായപ്രമാണം എഴുതി അവരെ ഒരു പ്രത്യേക ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രത്യേക സന്ദർഭമായിരിക്കും. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാമല്ലോ. യെസ്, ഞാൻ ഭാഗം എടുക്കാം. ജെരമ്യാ പ്രവചനം 31 അധ്യായം എടുത്താട്ടെ. അത് യഹൂദന്മാരെ കുറിച്ചുള്ള മാത്രമുള്ളൊരു പ്രവചനമാണല്ലേ? യെസ്, അതിന്റെ 31 തൊട്ടുള്ള വാക്യം. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമത്തെ ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയോ യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും. അവരുടെ പാപം ഇനി ഓർക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് എന്ന് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാ ഈ ഉടമ്പടി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇസ്രായേൽ മക്കളെ മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോൾ ദൈവം ഒരു ഉടമ്പടി ചെയ്തു. ദൈവം എടുത്ത് പറയുന്നുണ്ട്, ആ നിയമം പോലെ അല്ല. ആ നിയമം അവർ ഭർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞ സ്ത്രീയെ പോലെയുള്ള ഒരു ഉടമ്പടിയായി പോയി. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോടൊരു പ്രത്യേക നിയമം ചെയ്യും. ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരോട് ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ നാം തിരുവചനത്തിൽ വായിക്കുന്നത് ശ്രദ്ധിക്കുക. അവർ ദൈവം, ഞാൻ അവർക്ക് ദൈവം, അവർ ജനമായിരിക്കും. യഹോവയെ അറിയുക എന്നിനി ഒരുത്തനോട് പറയേണ്ട ആവശ്യം പോലും വരത്തില്ല. അവരാപാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. അങ്ങനെ ഒരു പുതിയ ഉടമ്പടി യഹൂദന് ലഭിക്കും കർത്താവിന്റെ മടങ്ങി വരവിൽ. എന്നാൽ അത് ലഭിക്കുന്നത് നമ്മൾ ഓർത്തതുപോലെ അവരിൽ അതിക്രമം ചെയ്തവരെ നീക്കിക്കളഞ്ഞ് അവർ നീതിമാന്മാരായ കർത്താവിൽ വിശ്വസിച്ചിട്ടുള്ളവർ മാത്രമേ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിപ്പാൻ. അപ്പോൾ അവരോട് ഈ ഉടമ്പടി ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ അവരെ ദൈവമായിരിക്കുന്ന കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു കാര്യമായിട്ടാണോ? അതെ. അതോ കർത്താവിനെ അറിയത്തക്ക തരത്തിൽ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ അധിവാസം ഉറപ്പിച്ച് ദൈവം അവരെ അനുഗ്രഹിച്ച് തന്റെ രാജ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്? നോക്കാം, ഈ പീഡന കാലഘട്ടത്തിൽ ഇവരിൽ ഒരു നല്ല ശതമാനം മരിച്ചു പോകും. എന്നാൽ പീഡന കാലഘട്ടം കഴിഞ്ഞ് മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, അവൻ തന്റെ ദൂതന്മാരെ കാഹളധനിയോടുകൂടെ ഭൂമിയുടെ 4 ദിക്കിലും അയച്ചിട്ട്, അതിന്റെ 24-31, അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന് അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ജെരമ്യാവ് നമ്മൾ വായിച്ചതാണ്. ദൈവം അവരെ നമ്മൾ എസെക്കിയേലിൽ വായിച്ചില്ലേ, നിങ്ങൾ ചിതറിപ്പോയ ദേശത്ത് നിന്ന് ഞാൻ നിങ്ങളെ കൂട്ടിവരുത്തും, എന്നോട് അതിക്രമം ചെയ്തവരെ ഞാൻ നീക്കിക്കളയും, ശേഷിക്കുന്ന മനുഷ്യരോട് ഒരു നിയമം ചെയ്യും. ആ നിയമമാണ് ജെരമ്യാവ് രേഖപ്പെടുത്തിയത്. അവരോടൊരു പ്രത്യേക ഉടമ്പടി, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലൊരു ഉടമ്പടി. പിന്നീട് അവരെല്ലാവരും അവന്റെ ജനമായിരിക്കും. പിന്നെയുള്ള യഹൂദനെല്ലാം ദൈവത്തിന്റെ ജനമായിരിക്കും. ആ സത്യമശിഹയെ അറിഞ്ഞും അംഗീകരിച്ചും ആരാധിച്ചും യഹൂദൻ ആ ദൈവത്തിന്റെ വകയായിട്ട് തീരുന്നൊരു എന്നും തീരും. ഇനി അവരിൽ ആരും നഷ്ടപ്പെട്ടു പോകത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ കാലഘട്ടത്തില് ഈ മശിഹ 2000 വർഷങ്ങൾക്ക് മുൻപ് ചരിത്രത്തിൽ വന്ന് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തിയ മശിഹയാണല്ലേ? ആ മശിഹയെ വിശ്വസിച്ച് ആ മശിഹയ്ക്ക് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുത്താൽ, മശിഹയോട് പരാജയങ്ങളും പാപങ്ങളും ഏറ്റുപറഞ്ഞാൽ, ആ മശിഹ ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ വന്ന് വാഴുകയും അവനെ ശരിയായ പാപമോചനത്തിന്റെ പാതയിൽ ഒരു പുതിയ മനുഷ്യൻ എന്നുള്ള നിലയിൽ അവനെ ജീവിക്കുവാനും നടത്താനും ഉള്ള ശക്തി കൊടുക്കും അല്ലേ? ശക്തി കൊടുക്കുക മാത്രമല്ല, ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഓർക്കണം, നമുക്കൊരു പ്രത്യേക ഭാഗ്യകരമായൊരു അവസരം ലഭിച്ചതാണ്. റോമലേഖനം 11-ാം അധ്യായത്തിൽ അവരോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവരുടെ ലംഘനം യഹൂദന്മാരുടെ ലംഘനമാണ്. അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. യഹൂദന്മാരുടെ ലംഘനം എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ മശിഹയെ വേണ്ടെന്ന് പറഞ്ഞു, കാസ്റ്റിംഗ് ഓഫ് ദം, തള്ളിക്കളഞ്ഞു. ദൈവം അവരുടെ മധ്യത്തിൽ വന്നു, അവരുടെ മശിഹയെ അവർ ക്രൂശിച്ചു. അതുകൊണ്ട് ദൈവം അവരെ കൈവിട്ടു. അങ്ങനെ അവരെ കൈവിട്ടത് കൊണ്ട് ജാതികൾക്ക് രക്ഷ വന്നേ ഉള്ളൂ. റോമാലേഖനം 11-ന്റെ അവസാനം
ഓക്കെ ഓക്കെ. 15-ാം വാക്യം നോക്കിയാട്ടെ. 15-ാം വാക്യം, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താണ്? ഇവിടെയൊക്കെ ഒരു സത്യം മനസ്സിലാകുന്നുണ്ട്. ഇവരുടെ തിരസ്കരണം അതിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവരുടെ ലംഘന ഹേതുവായി ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്ത് വരുവാൻ കാരണമായി. അവ ജാതികൾക്ക് മറ്റു രാഷ്ട്രങ്ങൾക്ക് സമ്പത്ത് വരുവാൻ കാരണമായി എന്ന് പറഞ്ഞാൽ അവർക്ക് ആത്മീക ധനം. ഈ രക്ഷകനെ, ഈ മശിഹയെ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള വലിയ മഹാഭാഗ്യം അല്ലേ എന്റെ ബ്രദറെ? ഇത് ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ എലിമലേക്കും നവോമിയും അപ്പത്തിന്റെ വീടായ ബേത്ലഹേമിൽ നിന്ന് അവർ പരാജിതരായി അവർ മോബിലേക്ക് പോയി. അവരെ പരാജിതരായി, ദൈവത്തോട് അവിശ്വസ്തരായി മോബിൽ പോയത് കൊണ്ട് അവർ പരാജയപ്പെട്ടെങ്കിലും നമ്മൾ ഒരു സത്യം കൂടെ മനസ്സിലാകുന്നു. ഒരു പുറജാതിക്കാരത്തിയായ രൂത്ത് കർത്താവിനെ അറിയാനിടയായി. ശ്രദ്ധിച്ചോണം. ഒരു നല്ലവനായ യോസേഫ് സഹോദരന്മാരുടെ അടുക്കലോട്ട് ഇറങ്ങിച്ചെന്നു. അവനെ അവർ ക്രൂശിച്ചു, എടുത്ത് പൊട്ടക്കനിലിട്ടു, അവനെ വിറ്റുകളഞ്ഞു, സഹോദരന്മാർ തള്ളിക്കളഞ്ഞു. പിന്നീട് അവനെ കാണുന്നത് 22 വർഷം കഴിഞ്ഞ സഹോദരന്മാർ 22 വർഷം ശേഷം കാണുക. 22 വർഷം കഴിഞ്ഞ് യോസഫിനെ കാണുമ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഭവമുണ്ട്. അവരുടെ സഹോദരനാണെങ്കിലും അവന്റെ വലത്തുഭാഗത്ത് പുറജാതിയിൽ നിന്നൊരു ഭാര്യയുണ്ട്. യഹൂദനെയും കർത്താവിനെ മനസ്സിലാക്കുമ്പോൾ അവൻ മനസ്സിലാക്കാൻ പോകുന്നു, ഞങ്ങൾ തിരസ്കരിച്ചതിന്റെ ഫലമായി ജാതികളിൽ നിന്നൊരു ജനം അവനെ കാണാനിടയായി. അതായത് മശിഹയെ സ്വീകരിച്ച വലിയൊരു ജനം, സമസഭ അല്ലേ? ക്രിസ്തുവിന്റെ സഭ കർത്താവിന്റെ സ്വന്തമായിട്ടുണ്ട്. ആ കാഴ്ച അവനെ വാസ്തവത്തിൽ അത്ഭുതപ്പെടുത്തും. എന്താണ് ആ യോസെഫിനെ അവർ തള്ളിക്കളഞ്ഞതിന്റെ ഫലമായി അനേക ജാതികൾക്ക് അവരുടെ സന്താനത്തിനും അവരുടെ ഉദ്ധാരണത്തിനും ഇടയായി യോസെഫ് തീർന്ന പോലെ ഇവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു. അവർക്ക് സമ്പത്തും അവർക്ക് ധനവും ലഭിക്കാനിടയായി. എന്നാൽ പൗലോസ് പറയുന്നുണ്ട്, അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് നിരപ്പ് വന്നു എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പാണ്. ആ മരിച്ചവരുടെ ഉയർപ്പ് കർത്താവിന്റെ വരവിലാണ്. നമ്മുടെ വിഷയം അതായിരുന്നല്ലോ, പുനരുത്ഥാനം കർത്താവിന്റെ വരവിലാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കണം, അവർ മടങ്ങി വന്നു രാഷ്ട്രീയമായി. അപ്പോൾ ഈ പുനരുത്ഥാന ദിവസവും അടുത്ത് കഴിഞ്ഞു കർത്താവിന്റെ വരവിന്റെ. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളെവിടെ എന്ന് സധൈര്യം ചോദിക്കുവാൻ കഴിയും. പ്രിയ കേൾവിക്കാരെ, നിങ്ങളുടെ മരണാനന്തര ജീവിതം നിങ്ങൾ എവിടെ കഴിക്കും? ഇന്നു മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും? മരണാനന്തര ജീവിതത്തിനായി ഒരുങ്ങേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. അതിന് സഹായിക്കുവാൻ ഇതാ മരണത്തെ ജയിച്ചുയർത്ത ഒരു രക്ഷകൻ. മരണത്തെ മുഖാമുഖം കാണുന്നതിന് മുന്നമേ മരണത്തെ ജയിച്ച് ഉയർത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുമോ: കർത്താവേ, അങ്ങയുടെ മരണം എൻ്റെ പാപശിക്ഷയ്ക്ക് പകരമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനം തന്ന് എന്നെ രക്ഷിക്കണമേ. പുതിയ മനുഷ്യനാക്കി എന്നെ തീർക്കണമേ. തെറ്റുകളിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നു. ഇഹത്തിലും പരത്തിലും അങ്ങയോടുകൂടി ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഭൂകമ്പങ്ങളും ചുഴലിക്കൊടുങ്കാറ്റുകളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ദൈവം കുലുക്കുമെന്ന പ്രവചനം, സ്റ്റെൻ, കത്രീന, റീത്ത, വിൽഫ കൊടുങ്കാറ്റുകൾ അമേരിക്കയിൽ ആഞ്ഞടിക്കുവാൻ കാരണം, രാജ്യനിയമം കൊണ്ട് ദൈവിക നിയമങ്ങളെ ലംഘിക്കുന്ന അമേരിക്ക, സുനാമി ഉണ്ടാകാൻ കാരണം, ഒറീസയിൽ സൂപ്പർ സൈക്ലോൺ കൊടുങ്കാറ്റടിക്കാൻ കാരണം, പ്രപഞ്ചശക്തികളെ നിയന്ത്രിക്കുന്ന ദൈവദൂതന്മാർ, ധവള വിപ്ലവത്തിനും ഹരിത വിപ്ലവത്തിനും അടിത്തറ പാകിയ ക്രോസ് പോളിനേഷൻ പ്രവചനം, അത്യുൽപാദന പ്രക്രിയയെപ്പറ്റി പ്രവചനം, ചാവുകടൽ ജീവകടലാകുന്ന ഭാവി കാലം, ചാവുകടലിലെ പായൽ നിന്നും പെട്രോൾ ഉണ്ടാക്കുന്നത്, ഹെർമഗദ്ദോൻ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ലോകം, ദൈവത്തെ കൂടാതെ പണിയുന്ന ഇസങ്ങളും രാജ്യങ്ങളും സാമ്പത്തിക വ്യവസ്ഥകളും തകരുമെന്ന് ബൈബിൾ പ്രവചനം, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വരുത്തുന്ന അപകടം, സാർവത്രിക മലിനീകരണത്തെപ്പറ്റി പ്രവചനം, ഭൂമിയെ ശുദ്ധി ചെയ്യുന്ന ദൈവിക കാര്യപരിപാടി, ഭാവി പരിപാടി, യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ്. ഈ വിഷയപഠനങ്ങൾ ഉൾക്കൊള്ളുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള അന്ത്യനാഴിക എന്ന ഓഡിയോ MP3 CD, അതെ, ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD. അന്ത്യനാഴിക. ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ P. തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു. പാപിയായ തെറ്റുകാരനും ദൈവത്തിൽ നിന്ന് അകന്നുവനുമായി എന്നെ രക്ഷിക്കുവാൻ യേശു ക്രൂശുമരണമെന്ന അപമാനം സഹിക്കുവാൻ മനസ്സായി. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കുവാൻ ക്രൂശുമരണം എന്ന അപമാനം സഹിച്ചതിലൂടെ യേശുവിന് ഇന്നും സാധിക്കുന്നു.
ഇത് ഭോഷത്വമായി തോന്നുന്നുവോ? എങ്കിൽ യേശു പാപക്ഷമ നൽകി, സമാധാനം നൽകി, ജീവിപ്പിച്ച 1000-10,000 പറയും, അതെ, ഇത് സത്യമാണ്. യേശു എന്നെ ജീവിപ്പിച്ചു, രക്ഷിച്ചു, ക്ഷമ നൽകി, പുതുമനുഷ്യനാക്കി തീർത്തു, പ്രതീക്ഷ നൽകി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊരു ജീവിതം കരസ്ഥമാക്കുവാൻ മതം മാറിയിട്ട് കാര്യമില്ല. മനസ്സോടെ യേശുവിന്റെ മനസ്സലിവ് മനസ്സിലാക്കുക. മാനസാന്തരത്തോടെ, അനുതാപത്തോടെ ശവമഞ്ച തുല്യമായ നമ്മുടെ ജീവിതത്തെ ഒന്ന് തൊടുവാൻ യേശുവിനോട് കേണപേക്ഷിക്കുക. യേശുവെ, എന്നെയും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. യേശു താങ്കളെയും രക്ഷിക്കും, തൊടും. അത് തീർച്ചയാണ്. താങ്കൾ രൂപാന്തരപ്പെട്ട വ്യക്തിയായി മാറും. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം പറയുന്നു: കോട്ടയം 11. ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com. ലോകത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളിൽ സമാധാന സന്ദേശം വായിച്ചറിയുക. സന്ദർശിക്കുക www.peaceministry.org. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.